Hello friends, welcome to channel goodhappenshereajay channel സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് Bsnl Ftth ഈ കസ്റ്റമേഴ്സിന് അല്ലാതെ യൂസേഴ്സിനുള്ളൊരു റിവാർഡ് പോയിന്റ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് ഇത് അറിയണ്ടോന്ന് അറിയില്ല. ആക്ച്വലി നമ്മുടെ ഫൈബർ യൂസേഴ്സിനും കോൾ യൂസേഴ്സിനും നോർമൽ ബ്രോഡ്ബാൻഡ് യൂസേഴ്സിനും ഒരു Bsnl റിവാർഡ് പോയിന്റ് സിസ്റ്റം ഉണ്ട്. ആക്ച്വലി നമുക്കറിയായിരിക്കും, നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്കാണ്, നമ്മൾ കാർഡ് ഉപയോഗിക്കുന്നവർക്കൊക്കെ ഈ റിവാർഡ് പോയിന്റ് സിസ്റ്റം നമുക്കറിയായിരിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന സാധനത്തിൻ്റെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 100 സ്പെൻഡ് ചെയ്താൽ നമുക്ക് ചിലപ്പോൾ 5 രൂപ അല്ല 5 കോയിൻസോ അഥവാ 5 പോയിൻറ്റ്സ് നമുക്ക് കിട്ടിയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് അത് കയറും. ആ പരിപാടി നമുക്ക് ആക്ച്വലി Bsnl ഫൈബറിൻ്റെ യൂസേഴ്സിന് നമുക്ക് കിട്ടുന്നുണ്ട്, ബ്രോഡ്ബാൻഡ് യൂസേഴ്സിന് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ Bsnl സെൽഫ് കെയർ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മുടെ ഒരു ബ്രോഡ്ബാൻഡിൻ്റെ ഒരു വെബ്സൈറ്റാണ്. നമുക്കതിൽ നമ്മുടെ ഡീറ്റെയിൽസും അതുപോലെ നമ്മുടെ പ്ലാൻ ചേഞ്ച്, നമ്മുടെ യൂസേഴ്സിൻ്റെ ഡീറ്റെയിൽസ് അഥവാ നമ്മുടെ യൂസേജിൻ്റെ ഡീറ്റെയിൽസ് ഇതൊക്കെ നമുക്ക് ഈ വെബ്സൈറ്റിൽ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും പോയിട്ട് മുമ്പ് നമ്മുടെ ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തോണ്ട് ചെക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആമസോണിൻ്റെ സ്റ്റോർ ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചാനലിൻ്റെ പേജ് ആമസോണിൽ തുടങ്ങുന്നതാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സും അതുപോലെ തന്നെ എല്ലാത്തിനും ടോപ്പ് കാറ്റഗറിയായിട്ട് ഒരു ഹോം പേജ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ട്രൈ നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ആമസോൺ പർച്ചേസിങ് കുറച്ചുകൂടി എളുപ്പം ഒന്ന് ട്രൈ നോക്കിയോ കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഗീവ് വീഡിയോസ് 2-3 ഇട്ടുണ്ടായിരുന്നു, 2-3 ഇട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരും പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമ്മൾ എന്തായാലും ലാസ്റ്റായിട്ട് കൊടുക്കാം നമ്മൾ വീഡിയോൻ്റെ മുകളിലായിട്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു TWSസും അതുപോലെ തന്നെ ഹെഡ്ഫോൺസും വയർലെസ് ഹെഡ്ഫോൺസൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ മെയിനായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ റിയൽമിയുടെ 𝙑𝙗𝙬 നമ്മൾ കൊടുക്കുന്നത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റണ്ട. ഞാൻ എന്തായാലും മുകളിൽ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോയാലും കിട്ടും കേട്ടോ. ഇത് റീസെൻ്റാണ്. പിന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമ്മളെല്ലാ കമൻറ്റിനും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അത് ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഈ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സെൽഫ് കെയർ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ താഴെ സൈഡിലായിട്ട് നമുക്ക് കുറേ മെനു കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ആയിട്ട് നിങ്ങൾക്കൊരു Bsnl റിവാർഡ് പോയിന്റ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ബില്ലടക്കുന്നതിനനുസരിച്ച് നമുക്ക് അതിൽ പോയിന്റ്സ് വരുന്നുണ്ടാവും. അപ്പോൾ എനിക്കുണ്ടാകുന്ന 250 പോയിന്റ്സ് ആണ്, നമുക്കത് റിഡീം ചെയ്യാൻ പറ്റും. അപ്പോൾ റിഡീം ചെയ്തത് ചോദിച്ചാൽ ഉപകാരപ്രദമായ റിഡീമാണെന്ന് ചോദിച്ചാൽ ശരിക്കും അല്ലാതെ ഞാൻ പറയുള്ളൂ. എന്താ വെച്ചാൽ പ്രത്യേകിച്ച് Bsnl ഫൈബർ യൂസേഴ്സിന് എന്താ വെച്ചാൽ ഇതുകൊണ്ട് റിഡീം ചെയ്തിട്ട് നമുക്ക് കോൾസ് ആണ് നമുക്ക് മെയിനായിട്ട് കിട്ടുക. ഈ പോയിന്റ് റിഡീം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് കോൾസാണ് കിട്ടുക. പക്ഷേ നമ്മുടെ Bsnl ഫൈബർ യൂസേഴ്സിന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കോൾസ് ഫ്രീ ആണ്, അറിയാം, ഇൻ്റർനെറ്റ് കോളിംഗ് ആണ്. അപ്പോൾ ശരിക്കും അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ നോർമൽ ബ്രോഡ്ബാൻഡ് യൂസേഴ്സോ അഥവാ Bsnl വേറെ സർവീസ് ഉപയോഗിക്കുന്നവർക്കൊക്കെ ഇത് ആക്ച്വലി ഒരു നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് Bsnlൻ്റെ ഈ റിവാർഡ് പോയിന്റ് സിസ്റ്റം കുറച്ചും കൂടി ഒരു മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നല്ലതായിട്ട് നമുക്ക് ഒരു ബെനിഫിറ്റ് ആയിട്ട് കിട്ടും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഫൈബർ യൂസേഴ്സിന് പറ്റാവുന്ന ഒരു മോഡിഫിക്കേഷൻ ഈ റിവാർഡ് പോയിന്റ് സിസ്റ്റം കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എക്സ്ട്രാ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു സ്പീഡ് കൂട്ടാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്ക് പ്ലാൻ അപ്ഗ്രേഡ് ഒരു ഇത്ര ലിമിറ്റ് വെച്ചിട്ട് നമുക്കിപ്പോൾ എത്ര പോയിന്റ് ഉണ്ടാകത്തില്ല നമുക്ക് പ്ലാൻ, അങ്ങനെയൊക്കെ ഒരു ഓപ്ഷൻസ് വെക്കുകയാണെങ്കിൽ ഫൈബർ യൂസേഴ്സിനും കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. അഥവാ നമുക്ക് പിന്നെ പോരാ തന്നെ അതൊരു മാർക്കറ്റിംഗ് പോലെ ആവുകയും ചെയ്യും, കുറച്ചും കൂടി ബൂസ്റ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ കാര്യത്തിൽ ഈ സാധനം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ യൂസില്ല, നമുക്ക് തീരെ യൂസില്ല. ഞാൻ ആക്ച്വലി ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു റിഡീം. അതിൻ്റെ മെസ്സേജും കാര്യങ്ങളൊക്കെ അപ്പം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അത് കാണിച്ചു തരാം. ഞാൻ എന്തായാലും സ്ക്രീനിൽ സൈഡിൽ കൊടുക്കാം, നിങ്ങൾക്ക് എന്തായാലും ഞാൻ അവിടെ കാണിച്ചു തരാം. കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും, ലൈറ്റ് വരുന്നുണ്ട്. ഇതാ ഞാൻ എന്തായാലും സ്ക്രീനിൽ കൊടുക്കാം, നല്ലത് നിങ്ങൾക്ക് എന്തായാലും കാണാൻ സാധ്യതയില്ല, എന്ന് വെച്ചാൽ ക്ലിയർ അടിക്കും. നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഡിയർ കസ്റ്റമർ റിഡംഷൻ റിക്വസ്റ്റ് ഫോർ, ഞാൻ 100 പോയിന്റ്സാണ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പോയിന്റ്സ് റിഡംഷൻ ഫോർ MCU എന്ന് പറയുന്നത് അവരുടെ കോൾസിൻ്റെ ഒരു ഫീച്ചറാണ് കേട്ടോ. അപ്പോൾ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് ഫോർ ദ അക്കൗണ്ട് നമ്പർ കാര്യങ്ങളൊക്കെ ചേഞ്ചസ് മേ ടേക്ക് പ്ലേസ് ഇൻ 2 to 3 days ടു ഇംപ്ലിമെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്കത് വലിയ യൂസൊന്നുമില്ല, കോൾസ് എക്സ്ട്രാ ഫ്രീ കിട്ടുന്നതാണ്. അപ്പോൾ ഈ Bsnl റിവാർഡ് സിസ്റ്റം കോളത്തിനെ കുറിച്ചൊരു നമ്മളൊരു എന്താ പറയുക ഒരു ഇൻഫർമേഷൻ വീഡിയോ പോലെയാണ് നമ്മൾ ചെയ്തത്. ആക്ച്വലി ഫൈബർ യൂസേഴ്സിന് ആക്ച്വലി വലിയ യൂസൊന്നും ഇല്ലെങ്കിലും പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടി എന്തായാലും നിങ്ങൾക്ക് കോൾസ് ഒക്കെ ഫ്രീ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ എന്താ പറയുക ഒരു നോർമൽ അവരെ ലാൻഡ് ഫോൺ യൂസേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് വലിയ ഉപകാരം കിട്ടുമെന്ന് വെച്ചാൽ ലാൻഡ് ഫോൺ യൂസേഴ്സിന് നമുക്ക് ഈ ഫ്രീ ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഫൈബർ യൂസേഴ്സ് ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന പോലെ കോഡ്ലെസ് നമ്മുടെ ഫൈബറിൻ്റെ മോഡത്തിലേക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ യൂസ് ഇല്ല. പക്ഷേ ലാൻഡ് ലൈൻ എടുത്തിട്ട് നിങ്ങൾക്ക് അവർ യൂസ് ഉണ്ടെങ്കിൽ പക്ഷേ നിങ്ങൾക്ക് അത് യൂസ് ആവട്ടെ. എന്ന് വെച്ചാൽ ആ ഫ്രീ ഉള്ള ആഡ് നമുക്ക് നമ്മുടെ ലാൻഡ് ലൈൻ്റെ അക്കൗണ്ടിലേക്ക് ആഡ് ആയി കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് കോൾ വിളിക്കാൻ പറ്റും. അപ്പോൾ ഒരു ഫുള്ളി വേസ്റ്റ് ആണെന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ ലാൻഡ് ലൈൻ യൂസേഴ്സ് ആണെങ്കിൽ നല്ല ഉപകാരമുള്ളതാണ്, കുഴപ്പമില്ലാത്ത ഉപകാരമുള്ളതാണ്.
അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാൻ എന്തെങ്കിലും സംശയം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ രണ്ടാമത്തെ ചാനൽ കാണാത്തവർ പോയി കാണാം. നമ്മുടെ ഈ ചാനൽ പേജിൽ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നെയിം എഴുതി കാണിക്കുന്നുണ്ട്. പക്ഷേ സെർച്ച് ചെയ്താൽ കിട്ടാൻ കുറച്ച് പാടാണ്. നമ്മൾ റീസെൻ്റ്ലി നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ, ഒരു 10 വീഡിയോ 15 വീഡിയോ ഒക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നമ്മളൊരു ഷോർട്സും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്, പെറ്റ്സിൻ്റെയും ഫുഡ്സിൻ്റെയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലാണ്.